ഭയങ്കര സ്പാർക്ക് ഉള്ളിടത്തൊക്കെ ക്ലാസ്സിൽ പ്രസക്തിയില്ല. എന്നിരുന്നാലും വന്നത് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാനാണ്. ഇൻഷാ അല്ലാഹ് സ്റ്റേജിൽ അധിഷ്ഠിത വ്യക്തി ധാരാളമനി സുഫീഖായി, അതേപോലെ ഇവിടുത്തെ പ്രിൻസിപ്പൽ ആസിഫ് സർ, ഷുക്കൂർ, മാനപ്പെട്ട മറ്റ് ഷമീം, എല്ലാവരും വിദ്യാർത്ഥികൾ. അൽഹംദുലില്ലാഹ് ഒരു പരിപാടിക്ക് അവസരം തന്നതിന് പ്രിൻസിപ്പാളിനോടും ഷമീം സാറിനോടും ആസിഫ് സാറിനോടൊക്കെ വ്യക്തമായി എൻ്റെ സ്പാർക്ക് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള കാരണം. എൻ്റെ ഒഫീഷ്യൽ മോട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്യാമ്പസിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ സ്പാർക്ക് കിട്ടി എനിക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ ഈ ക്യാമ്പസിനോട് ബന്ധപ്പെട്ട ഇവിടുത്തെ ഹെഡുമാരോട് നന്ദി അറിയിക്കുന്നു. എന്നെ അറിയാവുന്നവർ കൈകൊണ്ടിട്ട് അല്ല, ഇപ്പോഴത്തെ ചെയ്ത സ്പാർക്കല്ല, ഇവിടെ നല്ല സ്പാർക്കായിരുന്നു. നിങ്ങളുടെ പാട്ട് കേട്ടപ്പോൾ ഇവിടെ നല്ലൊരു സ്പാർക്കായിരുന്നു. ഇപ്പോഴത്തെ തീരെ സ്പാർക്കില്ല. അല്ലെങ്കിൽ ആസ്വദിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഓവർ ആസ്വദിക്കും. എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഞാൻ ആറാമത്തെ പരിപാടി രാവിലെ ഉച്ചക്ക് ഭക്ഷണം പോലും ചോദിച്ചു. ശരിയാണ്, വേറെ വന്നപ്പോൾ ഞാൻ ഹാപ്പിയായി. പാട്ട് നടത്തുന്നില്ലാതെ വിചാരിച്ചു. ഞാൻ മെല്ലെ നൈസായിട്ട് സ്കിപ്പ് ചെയ്യാൻ വിചാരിച്ചായിരുന്നു. ഭാഗ്യം ഇനിയും 2 പരിപാടിയുണ്ട്. നിങ്ങളോട് എനിക്ക് എൻ്റെ കയ്യിൽ സ്മാർട്ടൊന്നുമില്ല. മൈ ഫേസ് ഇസ് മൈ യൂണിക്. എൻ്റെ ഫേസ് ആണ് നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. തിയറിയൊക്കെ വേണമെങ്കിൽ ഗൂഗിളിൽ ചപ്പിക്കും, അല്ലെങ്കിൽ വീഡിയോ പിന്നെ അതിലൊക്കെ കിട്ടും. അതിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി. തിയറിയൊന്നും ഞാൻ പറഞ്ഞില്ല. ഇവിടെ എത്തുന്നതിന് ശേഷം പറയുമ്പോൾ 38 കൊല്ലം പാടി 38ാമത്തെ കൊല്ലമാണ് നിറാമണിയെ രാജ്യത്തിന് ലോകത്തെ 7 രാജ്യങ്ങളിലാണ് വരുന്നത്. നിങ്ങൾ ഈ അടുത്ത് കിട്ടിയത് വലിയ സിമ്പിളും പോലെ. നമ്മുടെ ദ്വീപിന്റെ അവസ്ഥ അങ്ങനെ മുറ്റത്തെ മുല്ലക്ക് തീരെ മണയില്ല. അത് അനുഭവിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നെ 3 കൊല്ലത്തിന് ശേഷമാണ് എൻ്റെ സ്കൂൾക്കാർ ശാലനിച്ച് രാവിലെ ഫസ്റ്റ് ശാലനിച്ചിട്ടാണ് എൻ്റെ പരിപാടി തുടക്കം. രാവിലെ മുതൽ ഷമീം ആസിഫ് സർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ജനാറിൻ്റെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു വളർത്തി ഐ ടിയിൽ വരുമോ, എന്തിനാ ഐ ടി വരും അങ്ങനെ ഉറപ്പാക്കി. ഭയങ്കര രാത്രി പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് എന്നാലും കുറേ പാടി. ഞാൻ 4ാമത്തെ പരിപാടിയാണ് ഇന്നലെ നിന്നുമായി ജനാറിനോട് 4ാമത്തെ പരിപാടി. അതിൽ ഏറ്റവും പവർഫുൾ സ്പാർക്ക് ചെയ്ത പരിപാടി ഇതാണ്. എന്നെ സ്കൂൾ അധ്യാപകൻ കഴിയുന്നവർ കൈകൊണ്ടു, ലൈബ്രറിയിൽ എന്നാലും കഴിയുന്നവർ. അവിടെ ഒരു സ്വഭാവമാണ്, വർത്തമാന വേറൊരു സ്വഭാവമാണ്, പിന്നെ അപ്പുറം ഭിന്നശേഷിക്കുട്ടികളോട് വേറൊരു സ്വഭാവമാണ്, ഓഫീസേഴ്സിനോട് വേറൊരു സ്വഭാവമാണ്, നാട്ടുകാരോട് വേറൊരു സ്വഭാവമാണ്. ഇതൊക്കെയാണ് എൻ്റെ സ്വഭാവം. അതെൻ്റെ ഫേസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാർ എന്താണ് ഇങ്ങനൊരു പരിപാടി സ്പ്രെഡ് ആവുന്നത്, വോയിസ് ഒക്കെ ബ്രേക്ക് ആവുന്നത് കാരണം നല്ല വിശപ്പുണ്ട്. 5-6 പ്രസംഗിച്ച് ഞാൻ ശീലിച്ചതാണ്. ഇതിനൊക്കെ നേഴ്സിംഗ് കുട്ടികളോട് അവരെ കരയിപ്പിച്ചിട്ടാവുന്നത്. പക്ഷെ നിങ്ങളെ കരയിപ്പിക്കാൻ പറ്റില്ല, കാരണം പാടിയിട്ട് ചിരിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ നിങ്ങളോട് എനിക്ക് 1-2 നിർദ്ദേശങ്ങൾ തരുന്നു. അതിനുശേഷം ഞാൻ സ്കിപ്പ് ചെയ്യും. ഹെലഞ്ചനൊക്കെ കിട്ടി. ഈ ശിക്കാരി ശംഭുവിൻ്റെ കഥ പറഞ്ഞ പോലെ എനിക്ക് അവിടെ നിന്ന് ഇതൊക്കെ കിട്ടി. ഏതൊക്കെ തരത്തിൽ അതിൽ ഞാൻ ശംഭുവിൻ്റെ കഥ ഓർത്ത് തോന്നുന്നു. അത് ക്വാളിഫൈഡ് ആണെന്ന് വെച്ചാൽ ഞാനല്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് തിരിച്ചറിയുന്ന എൻ്റെ നാട്ടുകാർ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടുതലാണ്. ദ്വീപുകാരൻ ഒരു പ്ലസ് പോയിന്റ്, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരൻ എൻ്റെ സ്വഭാവം എല്ലാവരും നെഗറ്റീവാണ്. ഒരാൾ വളരുന്നത്, അടുത്തുള്ളവർ വളരുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ സ്വഭാവം വ്യക്തമാണ്. ലക്ഷദ്വീപിലെ ഗായകനായ ഇന്നല്ല 38 കൊല്ലം കഴിഞ്ഞ് ദ്വീപുകാരക്കാരനല്ല, പുറം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ ഫൗല് കൊണ്ട് അദ്ദേഹം പാടിയ 38 കൊല്ലത്തിൽ ഒരു പാട്ടിലൂടെ രാജ്യത്തെല്ലാം അന്തർദേശീയ തലത്തിൽ ഹിറ്റായി.
അൽഹംദുലില്ലാ അദ്ദേഹത്തിനൊപ്പം ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ മികച്ച സുഹൃത്തുക്കളിൽ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ഈ ഏറ്റുഗായകൻ എന്ന നിലയ്ക്കും കഴിഞ്ഞ 3 കൊല്ലം നല്ല ബന്ധമുണ്ട്. 2 കൊല്ലത്തിൽ കൂടുതൽ കഴിയുന്ന സ്ഥലത്തൊക്കെ കൂടി നിന്ന് ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ ഒന്നിച്ച് പാടിയിട്ടുണ്ട്, ഇരുന്ന് കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദരിക്കാൻ പഠിക്കണം, ബഹുമാനിക്കാൻ പഠിക്കണം എല്ലാവരും സ്വയം. ഞാൻ അതിനെ ഇപ്പോൾ അഭിമാനിക്കുന്നത് ഞാൻ രാജ്യത്ത് കാശ്മീർ മുതൽ കടലെത്തി വരെ ടൂർ അടിച്ചു വന്നു. എല്ലാവരും പറയാം ടൂർ അടിച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ സ്റ്റാറ്റസിലാണ്. എല്ലാ മക്കളെ നല്ല സുഖമുള്ള പരിപാടി. നമ്മൾ യാത്ര ചെയ്ത് നോക്കി, രാത്രി മൊത്തം യാത്ര, ഉറക്കില്ല, രാവിലെ പരിപാടി. അത് ഇന്ന് ഞാൻ അനുഭവിച്ചു. 6 പരിപാടി, 6ാമത്തെ പരിപാടി. ഇനി 2 പരിപാടി ബാക്കി. 5:30 അടുത്ത പരിപാടി, 6:30 വേറൊരു പരിപാടി. ഇത് നടത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നിങ്ങളെ സ്പാർക്ക് ചെയ്യാൻ പറ്റില്ല. പോയിരുന്നു ക്ലാസ്സൊന്നും എടുത്ത് പരിചയമില്ല. പക്ഷെ നിങ്ങൾ കരഞ്ഞിട്ടാണ് നിർത്തുന്നത്. കാരണം നിങ്ങളൊക്കെ എന്തിനിവിടെ വന്നു എന്ന് തിരിച്ചറിയാത്തത്. ഫസ്റ്റ് തിരിച്ചറിയാം. ഞാൻ ലാസ്റ്റിലുള്ള ക്ലാസ് എടുത്തത് മുഹറം 10 രാത്രിയാണ്. അപ്പോൾ ഞാൻ രാത്രി മുഹറം 10 രാത്രി അന്നത്തെ ദിവസത്തിൽ കുറേ പ്രത്യേകത. ഞാൻ അന്നത്തെ നമുക്ക് രാത്രി ക്ലാസ് എന്താണ് അപ്പോൾ ഒരു സ്പാർക്ക് വരും. കറക്റ്റാണ്. ആ വീഡിയോ ഇൻസ്റ്റയിൽ എടുത്ത് നോക്കിയാൽ 6 ലക്ഷം പേര് ആളുകൾ റീച്ച് ചെയ്ത സബ്ജക്റ്റാണ്. ജസ്റ്റ് നിങ്ങളെല്ലാവരും നിങ്ങളല്ല, ഫേക്കാണ്. ഇതാണ് സബ്ജക്റ്റ്. ഫേക്ക്, എല്ലാം ഫേക്കാണ്. കാണിക്കുന്നത് അങ്ങനെ. അതായത് ഇപ്പോൾ ലിഫ്റ്റിക്കിൻ്റെ കാലമാണ്, പൗഡറിൻ്റെ കാലമാണ്. സ്വന്തം ഭംഗി തിരിച്ചറിയപ്പോൾ ഭംഗിയെക്കുറിച്ചൊക്കെ പാടി കുറേ ആൾക്കാർ നല്ല ചിരിയും നല്ല കയ്യടിയും. അത് ഭംഗി നിങ്ങൾക്ക് അറിയില്ല. എൻ്റെ ഭംഗി ഫേസാണ്. ഞാൻ രാജ്യത്ത് അപ്പുറത്തൊക്കെ കാണിച്ചു ഈ ഭംഗി വേണമെങ്കിൽ നമുക്ക് വെല്ലുവിളിക്കാം, പുറത്തൊരു പന്തയം വെക്കാം. ഞാൻ കേരളത്തിലുള്ള വ്ളോഗേഴ്സിൻ്റെ ടീമിനെ വിളിച്ചിട്ട് കുറേ ലേഡീസ് ആയിരുന്നു. അവരൊക്കെ നല്ല ലിഫ്റ്റിക്കൊക്കെ ഇട്ട് വന്നു. എന്നോട് പറയാം, സാർ എന്ത് പറയാൻ പറ്റും, നമുക്കൊരു പന്തയം വെക്കാമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു സെൽഫ് നടക്കാം, ആർക്ക് ഹായ് ഇട്ട് നോക്കാം. അപ്പോൾ ആ വെല്ലുവിളിച്ചു. ഇവരുടെ വീഡിയോ പോയി അവരെ നാട്ടുകാർ വിചാരിച്ച് എൻ്റെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഹായ് കാണിച്ച് ആൾക്കാരെ സാർ എവിടെ കണ്ടിട്ടുള്ളൂ. ശരി, ലക്ഷദ്വീപ് ആണോ? ലക്ഷദ്വീപ് ടൂർ അടിക്കാൻ എങ്ങനെ പെർമിറ്റ് എങ്ങനെ എടുക്കുന്നത്? ആ ഓക്കെ, ദ്വീപ് വരണോ? നാളെ പോവാം, ഞാൻ കേൾക്കാം. അപ്പോൾ പിന്നെ കൂടുതൽ ആൾക്കാരെടുത്തു. അവർ ഫ്ലാറ്റായി. അതാണ് ദ്വീപ്. നിങ്ങളെല്ലായിടത്തും എന്തൊക്കെ കഴിവുണ്ട് അതിന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളോട് ഉപദേശം തരാനുള്ള കഴിവൊന്നും എനിക്കില്ല. പകരം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഭിന്നശേഷിക്കാരനെങ്കിൽ അവരെ ചേർത്തിരിക്കുക. അതിന് പൈസ ഒന്നുമില്ല. ആക്കി ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച് സ്മാർട്ട് സ്മൈൽ. കാശ്മീർ മുതൽ ഡൽഹി വരെ 14 സംസ്ഥാനത്തെ ക്ലാസ് എടുത്തത് ഞാൻ മലയാളത്തിലാണ്. എൻ്റെ ഭാഷ വേണമെങ്കിൽ കേട്ടാൽ മതി. ഈ 14 സംസ്ഥാനത്തും എൻ്റെ ഭാഷ കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഗൂഗിൾ ട്രാൻസ്ലേഷൻ വെച്ച് അവർ കേട്ടു, AI വെച്ച് വോയിസ് കേട്ടു. ഉള്ളിലുള്ളതെന്തോ അത് കൊടുത്താൽ ഇല്ലാത്തതാരും അഭിനയിക്കണം. ഓക്കെ. അതിനുശേഷം 3-4 അവാർഡ് വാങ്ങി. ഞാൻ വരുന്നതിന് മുമ്പുള്ള ലക്ഷദ്വീപ്, ഞാൻ വന്നതിന് ശേഷമുള്ള ലക്ഷദ്വീപ്. എന്നെ കാണുമ്പോൾ ചില ഓഫീസേഴ്സിന് ലെറ്ററൊക്കെ അറിയാം, ചോദിക്കണം, അച്ഛത് വരുന്നുണ്ട്, എന്തെങ്കിലും വെറുപ്പിക്കലായിരിക്കും. ISR ICS ഒക്കെ എങ്ങനെ ബന്ധപ്പെടുത്തുന്നത്. കാരണം ഈ ഫേസ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഞാൻ നിങ്ങളോട് ചേർത്തിരിക്കണം. ഇന്നത്തെ സന്ദേശം നമ്മൾ ഏഴാപ്പയോ മൂത്താപ്പയോ വീട്ടിലാണെങ്കിലും അങ്ങനെ ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ എന്താണ് ഇവരെടുത്ത് അടങ്ങി വരിക. ഇവരെന്തിനാ യാത്ര ചെയ്യുന്നത്? ഇവരെ സ്വന്തമല്ല, നിങ്ങളുടെ അവകാശമാണോ യാത്ര ചെയ്യുന്നത്? എല്ലാവർക്കും ഇവിടെ ജനിച്ച് നിങ്ങളുടെ മുൻചുകൊണ്ടാണോ നിങ്ങളോട് നല്ലവരായ നിങ്ങൾ ജനിച്ചത്? അല്ല, അവരുടെ മോശം കൊണ്ടുമല്ല. അങ്ങനെ വിചാരിക്കണം. നിങ്ങൾ വലിയ സംഭവമല്ല, അവർ വലിയ സംഭവം കേടുമില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. ഈ ദിവസത്തിന്റെ സന്ദേശം എല്ലാവരും ചേർത്ത് ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ ഭാഗമാകുക. അവർക്കൊപ്പം നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നന്നായിട്ട് ഇപ്പോൾ അഭിനയത്തിൻ്റെ കാലമാണ്. നിങ്ങളെ തന്നെ സ്നേഹിച്ച് അത് കാണിച്ചു കൊടുക്കുക. ഏറ്റെടുത്ത മേഖലകളിൽ പലരുടെ കോഴ്സിലും ആരുടെയും താല്പര്യത്തിന് വേണ്ടിയല്ല, വന്നു അത് പഠിച്ച് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുക. കൂടുതൽ ഇന്നത്തെ ദിവസം നല്ല നല്ല മൂടാണ്.
ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, പകരം തിരിച്ചു പോകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനുകളോടൊന്നും പറയാതെ നിങ്ങൾ ഈ സമൂഹത്തിന് എന്ത് സംഭാവന കൊടുക്കാൻ പറ്റും അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അകമഴിഞ്ഞ സഹായ സംഘടന ഡിഫറെൻ്റ് മേഖലകളിൽ മറ്റ് മേഖലയിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവർക്കൊക്കെ കൂടെ നിന്ന് ഒപ്പം നിന്ന് സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം വിടവാങ്ങുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.